വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ പ്രീത. ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന അതിഥിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ദുബായ് അടക്കി വാഴുന്ന ഒരു ചെറിയ ആങ്കർ ആണെന്ന് പറയാം. ഒട്ടുമിക്ക പേർക്കും സുപരിചിതമായ ഒരു ഫേസാണ്. കാരണം ചാനലുകളിലൊക്കെ വന്നു പോയ ഒരാളാണ്. അതുമാത്രമല്ല മൂവിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. നമുക്ക് ചിത്ര എന്നാണ് നമ്മുടെ അതിഥിയുടെ പേര്. നമുക്ക് ചിത്രയുമായിട്ട് സംസാരിക്കാം. വെൽക്കം. താങ്ക് യു പ്രീത. ചിത്രയെ എനിക്ക് അടുത്തറിയാം, കാരണം ഞങ്ങൾ രണ്ടാളും കൂടെ ഒരു ചാനൽ വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ ഒരു ബന്ധം കൂടെ ഞങ്ങൾ തമ്മിലുണ്ട്. ഏതായാലും വളരെ സന്തോഷം നമ്മുടെ ഡബ്ല്യു മീഡിയയിലേക്ക് വരാൻ സാധിച്ചതിൽ. സന്തോഷം. എങ്ങനെയാണ് ആങ്കറിംഗ് ഫീൽഡ്? നമുക്ക് ആദ്യം അതിനെ കുറിച്ചിട്ട് തന്നെ ചോദിക്കാം. അതല്ലേ നമ്മുടെ ജീവിതം. സോ എങ്ങനെയാണ് ആങ്കറിംഗ് ഫീൽഡിലേക്ക് താങ്കൾ കടന്നു വന്നത്? ഞാൻ ആക്ച്വലി ഇവിടെ UAE സെറ്റിൽഡ് ആയിട്ട് ഇപ്പോൾ 9 years ആവുന്നു. സെപ്റ്റംബറിൽ 9 years ആയി. ശരിക്കും എൻ്റെ ഞാൻ വന്നത് ടീച്ചറായിട്ടാണ്. ഞാൻ ടീച്ചിങ് ആണ്. എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BEd ആണ്. അപ്പോൾ ഞാനിവിടെ ഇന്ത്യൻ ഹൈസ്കൂളിൽ അതുപോലെ ജെംസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് 2013 ആദ്യമായിട്ട് വരുന്നത് UAE-ൽ. അപ്പോൾ 2013 തൊട്ട് ഞാനൊരു 5 years ഇവിടെ ടീച്ചിങ് മാത്രമായിരുന്നു. അപ്പോൾ ഈ ആങ്കറിങ്ങോ അതൊന്നും എൻ്റെ മൈൻഡിലില്ല. പക്ഷെ ഇഷ്ടമാണ് ഇങ്ങനത്തൊക്കെ. പക്ഷെ ഞാൻ അറിയാലോ, ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരുപാട് ഏത് നേരവും അതെ ഏത് നേരവും നമുക്ക് വർക്ക് ഉണ്ടാവും. ശനിയാഴ്ച ആണെങ്കിലും വർക്ക് ഉണ്ടാവും. അപ്പോൾ ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇവിടെ വന്നിട്ട് നമ്മുടെ ഒരു ജോലി തിരക്ക് കാരണം അതിലൊന്നും അങ്ങനെ ഷൈൻ ചെയ്യാനൊന്നും പറ്റിയില്ല, ശ്രദ്ധിച്ചില്ല. പിന്നെ ഒരു 5 years ഒക്കെ ആയപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ പാഷനല്ല ടീച്ചിങ്. അപ്പം ഞാൻ റിസൈൻ ചെയ്യണം എന്നുള്ള ഒരു മൈൻഡോട് കൂടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് പിന്നെ ഞാൻ ചെറുതായിട്ട് സൈഡിൽ എന്താ പറയുക ആങ്കറിങ് കൊണ്ടുപോകുമായിരുന്നു വീക്കെൻഡ്സിലൊക്കെ. എങ്ങനെ ആങ്കറിലേക്ക് ഇറങ്ങാൻ? ആങ്കറിങ് അതിനുള്ളൊരു നിമിത്തം എന്ന് പറയുന്നത് നമ്മുടെ ഒരു 1498 എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഈ ഷോർട്ട് മൂവീസ് അതൊക്കെ ചെയ്യുന്ന ആക്ടേഴ്സും അങ്ങനെ കുറച്ച് ആൾക്കാർ ആങ്കേഴ്സൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 1498-ൻ്റെ ഒരു ഫസ്റ്റ് ഫംഗ്ഷൻ ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ ആൾക്കാർ എന്നോട് പറഞ്ഞു, ജസ്റ്റ് നമ്മുടെ ആൾക്കാർ മാത്രം, അപ്പോൾ ഒന്ന് ജസ്റ്റ് ആങ്കർ ചെയ്യുക. അപ്പോൾ എനിക്ക് ഇതെങ്ങനെ ചെയ്യാനുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് മുന്നേ ചെയ്യാത്തതുകൊണ്ട് എനിക്കൊരു ടെൻഷനുണ്ട്. അപ്പോൾ നമ്മുടെ ആൾക്കാരല്ലേ എന്നുള്ള രീതിയിൽ ചെയ്തപ്പോൾ ഭയങ്കര നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു. പിന്നെ അവിടുന്ന് കുറേ ആൾക്കാർ പരിചയപ്പെട്ട് അവരുടെ ഓരോ ഇവൻറ്റ്സിനൊക്കെ വിളിക്കാൻ തുടങ്ങി. എനിക്ക് തന്നെ അറിയില്ല, താനേ ഇങ്ങനെ പോയതാ, എന്താ പറയുക, വളർത്തി വിട്ടു എല്ലാവരും കൂടെ അറിയാതെ ഇങ്ങനെ വന്നൊരു ഫീൽഡാണ് എന്ന് പറയാം. അപ്പോൾ ഞാൻ സൈഡായിട്ട് ഇങ്ങനെ ആങ്കറിങ് കൊണ്ടുപോകായിരുന്നു. ടീച്ചിങ് ഉണ്ട്, ഒരു സൈഡിൽ ടീച്ചിങ് ഉണ്ട്. അതിനിടയിൽ എനിക്ക് ഏഷ്യൻ റേഡിയോയിൽ പിന്നെ RJ ആയിട്ട് കിട്ടി, കാഷ്വൽ RJ ആയിട്ട് കിട്ടി. ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്ത് കാഷ്വൽ RJ ആയിട്ട് ഏഷ്യൻ റേഡിയോയിൽ കിട്ടി. AM ആയിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഞാൻ ആ സമയത്ത് ഇവിടെ പ്രൈമസിലായിരുന്നു. പ്രിമസ് എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്, അവിടെ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് ഈ RJ ജോബ് അല്ലെങ്കിൽ ആങ്കറിങ് ഒക്കെ ഒരു പാഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഉച്ചയ്ക്ക് ഒരു 2 മണിയാകുമ്പോൾ സ്കൂൾ കഴിയും, നേരെ സ്കൂൾ ബസ്സിൽ അവിടെ പോവും, സ്റ്റുഡിയോയിൽ പോവും. 4 മണിക്ക് ലൈവ് ഷോ ഉണ്ട്. 4 മണി മുതൽ 5 വരെ ഒരു ലൈവ് ഷോ ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു 5:30 ഒരു ലൈവ് ഷോ ഉണ്ട്, ഈവനിങ് കഫേ എന്ന് പറഞ്ഞിട്ട് RJ നിയാസിൻ്റെ ഒക്കെ കൂടെയായിരുന്നു. അപ്പോൾ ഈ 2 ഷോയും ഞാൻ ചെയ്ത് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ പോകുന്നത് ഡെയിലി. അപ്പോൾ അതൊരു ഇഷ്ടം കൊണ്ട് ചെയ്യാണ്. ഭയങ്കര ടയേർഡായിരിക്കും. ടീച്ചിങ് കഴിയുമ്പോഴേക്കും നമ്മുടെ സ്കൂൾ വർക്ക് കഴിയുമ്പോഴേക്കും ടയേർഡായിരിക്കും. എന്നാലും ഇത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നുകൊണ്ട് അങ്ങനെ അത് ചെയ്തു. പക്ഷേ റേഡിയോ കുറച്ച് കഴിയുമ്പോൾ ക്ലോസ് ആയി. ആ ടൈമിലാണ് ഞാൻ ടീച്ചിങ് റിസൈൻ ചെയ്യുന്നത്. രണ്ടും ഒരുമിച്ചായിരുന്നു? അല്ല, RJ ആയി കയറിയ ശേഷമാണ് ഞാൻ ടീച്ചിങ് റിസൈൻ ചെയ്യുന്നത്. അത് റിസൈൻ ചെയ്തു. പിന്നെ അതിന് ശേഷം പിന്നെ ഫ്രീലാൻസ് ആയിട്ട് ഇവൻറ്റ്സ് മാത്രമായി. ആങ്കറിങ് തന്നെയാണ് പിന്നെ അതൊരു പ്രൊഫഷനായി, പാഷനായി മാറി. ഡെഡിക്കേറ്റഡ് ആയി. ഒരു ദുബായ് അല്ലെങ്കിൽ UAE പോലുള്ള ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ബിക്കോസ് ഞാനും ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്കും എനിക്കത് അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മാർക്കറ്റ് റൺ ആവുന്ന ടൈമിലും നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് ഇതിനോടൊപ്പം ഈ ഒഴുക്കിനൊത്ത് ഒഴുകുന്നതെന്നാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെയൊന്നുമില്ല, എന്താ പറയുക, വീക്കെൻഡ്സിലൊക്കെ പ്രോഗ്രാം അധികം ഉണ്ടാവാറുണ്ട്. ഓരോ സമയത്ത് നമ്മൾ ഭയങ്കര ട്രൈ ആവും, ഓരോ സമയത്ത് പ്രോഗ്രാം ഒന്നും ഇല്ലാത്ത ടൈം വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യുന്നു, അതിൽ നമുക്കൊരു റെഗുലർ സാലറി കിട്ടുന്നു. പക്ഷെ അതിനോടൊരു ഇഷ്ടമില്ലാതെ ഓക്കെ നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നമുക്ക് സാലറി കിട്ടുന്ന ഒരു ജോലി ഉണ്ട്, ഇങ്ങനെ പോകുന്നു. നമ്മുടെ ഇഷ്ടങ്ങൾ വേറെ എന്തൊക്കെയോ ആയിരിക്കും, ഡാൻസ് ആയിരിക്കും, പാട്ടായിരിക്കും, അങ്ങനെ കലാപരമായിട്ടുള്ള ഇഷ്ടങ്ങൾ വേറെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു ജോലി തിരക്കിനിടയിൽ നമുക്കിതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല, ഒന്ന് പ്രോഗ്രാം കാണാൻ പോകാൻ പോലും ഉള്ള ഒരു
സാഹചര്യം ഉണ്ടാവാത്ത കുറേ ആൾക്കാരുണ്ട് ഇവിടെ. ഒരുപാട് കലാകാരന്മാർ ഇവിടെ UAE-ലിട്ട് എനിക്ക് തന്നെ അറിയാം. പക്ഷെ അവരുടെ ഒന്നും കഴിവുകൾ അവർക്ക് പണ്ടത്തെ ആ ഒരു കഴിവുകളൊന്നും പുറത്തെടുക്കാൻ പറ്റാതെ അല്ലേ, അങ്ങനെ ഒരുപാട് കാര്യമുണ്ട് ചിത്ര. ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം വേണം. ഫാമിലി കൂടെ ഉള്ളത് കൊണ്ടാവും ഒരു പക്ഷെ അവരുടെ സപ്പോർട്ട് അല്ലേ. പിന്നെ അതില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇവന്റ് എപ്പോഴും വരില്ല. ഒരു മാസം കിട്ടിയാൽ അടുത്ത മാസം ഒന്നുമില്ല, അല്ലെങ്കിൽ 2 മാസം കിട്ടില്ല എന്ന് വരും. 3-ാമത്തെ മാസം ആയിരിക്കും ഒരു 5 എണ്ണം ഒരുമിച്ച് വരുന്നത്. അതാണ് ഇവന്റ്സ്. അപ്പം അത്രയും റിസ്കി ഫാക്ട് ആണ്. പക്ഷേ പ്രീത, വേറൊരു കാര്യം ഞാൻ ഈ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഇഷ്ടപ്പെട്ട്, അതായത് നമ്മുടെ പാഷനായിട്ടുള്ള ഒരു കാര്യത്തിലൂടെ നമ്മൾ സമ്പാദിക്കുന്നത്, അത് ഈവൺ ഒരു 100 ദിറംസ് ആണെങ്കിൽ പോലും അത് നമുക്കൊരു 1000 ദിറംസിന്റെ ആ ഒരു വാല്യൂ ആയിരിക്കും അല്ലേ. അതായത് ഇഷ്ടമുള്ള ഒരു കാര്യത്തിലൂടെ നമ്മൾ സമ്പാദിക്കുക എന്ന് പറയുന്നത് അതൊരു ഭാഗ്യമുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ അതാണ് എൻ്റെ ഇത്. അതിനിപ്പോൾ പിന്നെ എൻ്റെ പാഷൻ തന്നെ എൻ്റെ ഒരു കരിയർ ആക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ കൂടിയായിരുന്നു. ഇപ്പം എന്തായാലും അതിൽ ഒരു വളർച്ച ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പ്രീത പറഞ്ഞ പോലെ ഫാമിലിയുടെ സപ്പോർട്ട് അത് അത്യാവശ്യമാണ്. ഫാമിലിയുടെ ഒരു പിന്നെ എന്താ പറയുക, നിങ്ങൾക്കറിയാലോ, ഇവൻ്റൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തുന്നതിന് നമ്മൾ ചിലപ്പോൾ 12 മണി 1 മണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഫാമിലി ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരിക്കലും ഇതിലൊന്നും ഷൈൻ ചെയ്യാൻ പറ്റില്ല. അതെ അതെ, തീർച്ചയായിട്ടും. നമുക്ക് എപ്പോഴും നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു നമ്മുടെ ഫാമിലി നമുക്ക് തരുന്ന സപ്പോർട്ടാണ് സക്സസിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. സത്യം. പിന്നെ ഇതിന്റെ ഇടയിൽ എപ്പോഴാണ് ഈ മൂവിയൊക്കെ ചെയ്തത്? അതൊരു വലിയ കാര്യമല്ലേ. ഈ ആങ്കറിങ് ഞാൻ പറഞ്ഞല്ലോ, അത് ഇവിടെ വന്നിട്ട് UAE-ൽ വന്നതിന് ശേഷം തുടങ്ങിയ ഒരു സംഭവമാണ്. പക്ഷെ ആക്ടിങ് എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നൊരു, ഞാൻ 8th-ലൊക്കെ പഠിക്കുമ്പോൾ മുതൽ എൻ്റെ മനസ്സിലുണ്ട് ആക്ടിങ്. ആരെയാണ് ഏറ്റവും കൂടുതൽ ആരാധിച്ചിട്ടുള്ള ഒരു നടി? അങ്ങനെയൊന്നുമില്ല, അറിയാലോ, ഞാൻ നീലേശ്വരംകാരിയാണ്. അപ്പം മുതലേ ഞാനൊക്കെ കുഞ്ഞുനാൾ മുതലേ കാവ്യമാധവന്റെ സിനിമകളും അതുപോലെ കാവ്യമാധവന്റെ ആ ഒരു മൂവിയിലേക്കുള്ള ഒരു നമ്മുടെ നാട് അറിയപ്പെടുന്ന തന്നെ കാവ്യമാധവൻ. നീലേശ്വരം എന്ന് പറയുമ്പോൾ കാവ്യമാധവന്റെ നാട്ടിലല്ലേ എല്ലാവരും പറയും. അതെ, അപ്പോൾ നമ്മുടെ നാട് അറിയപ്പെടുന്ന തന്നെ എന്തോ ആയിക്കോട്ടെ, നാട് അറിയപ്പെടുന്നത് എപ്പോഴും കാവ്യമാധവന്റെ ഒരു പേരിലാണ്. അപ്പോൾ അപ്പം മുതലേ നമ്മുടെ മനസ്സിലുണ്ട് ഇങ്ങനെ ആക്ട് ചെയ്യണം. പക്ഷെ സ്കൂൾ മുതലേ ഡ്രാമയിലൊക്കെ അഭിനയിക്കുമായിരുന്നു. ബെസ്റ്റ് ആക്ട്രസ് ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സ്കൂളിലും BEd പഠിക്കുമ്പോഴും ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നു, ആക്ട് ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ്. ആങ്കറിങ് എൻ്റെ മനസ്സിലില്ല കേട്ടോ, ആക്ടിങ് പണ്ടേ ഉണ്ട്. പക്ഷേ പ്രൊഫഷൻ ആങ്കറിങ് ആയി, പിന്നെ അതിന്റെ കൂടെ ആക്ടിങ്ങിലേക്ക് എത്തി. അപ്പോൾ എപ്പോഴായാലും നമ്മുടെ പാഷനിൽ നമ്മൾ എത്തും, അല്ലെങ്കിൽ അതിലേക്ക് റീച്ച് ആവും എന്നുള്ളത്. അത് ഈ പറഞ്ഞ പോലെ ആക്ടിങ്ങിലാണെങ്കിലും ഫാമിലിയുടെ സപ്പോർട്ട് മസ്റ്റാണ്. അതിലൊക്കെയാണ് ശരിക്കും സപ്പോർട്ട് വേണ്ടത്. കാരണം അത്രയും മനസ്സിലാക്കുന്ന ഒരു എന്താ പറയുക, നമുക്കൊരു ബാക്ക് ബോൺ ആയിട്ട് നമ്മുടെ ഫാമിലി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലൊക്കെ ഇറങ്ങാനും അല്ലെങ്കിൽ മനസ്സിലാക്കി നമ്മുടെ കൂടെ നിൽക്കാനും ഒക്കെ വേണം. എങ്ങനെയാണ് UAE ലൈഫ്? അല്ല, അതിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. UAE ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഒഴുക്കിനത്ത് പോവാന്ന് പറയുന്നത്. നാട്ടിൽ പോകണം എന്നതിനേക്കാൾ ഇവിടെ തന്നെ നിൽക്കണം എന്നാണോ? നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 1 month ഒക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ആ ഒരു ഒഴുക്ക് പോകുമല്ലോ, നമ്മുടെ ഇവിടുത്തെ ഒരു ഫ്ലോ പോവും. വീണ്ടും ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ആ ഒരു എന്താ പറയുക, ഹോം സിക്നെസ് ഒക്കെ മാറും. ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ തിരക്കാവും. പിന്നെ എങ്ങനെയാണ് ഫിലിമിലേക്ക് എത്തപ്പെട്ടത്? പറഞ്ഞില്ലല്ലോ. മൂവി ഞാൻ ഷോർട്ട് മൂവീസ് ആണ് ലീഡിങ് റോളിൽ 4 ഷോർട്ട് മൂവീസ് ചെയ്തു. ഒന്നും ഫീച്ചർ മൂവിയാണ്. അതിപ്പോൾ November 1 റിലീസാവും, ദ ലോസ്റ്റ് വേസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ റിലീസായത് ദ അൺഫിനിഷ്ഡ്, അതാണ് ഞാൻ ആദ്യമായിട്ട് ഹീറോയിനായിട്ട് ചെയ്യുന്നത്. അത് നല്ല വ്യൂസൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ 1 million വ്യൂസൊക്കെ ഉണ്ട്. പിന്നെ രണ്ടാമത് റിലീസായത് പറഞ്ഞും പറയാതെയും എന്ന് പറഞ്ഞിട്ട്, അതിന് കുറേ അവാർഡൊക്കെ കിട്ടി. ഇനിയിപ്പോൾ 1 റിലീസാവാനുണ്ട്. അതിൻ്റെ എഡിറ്റിംഗ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപരിചിതർ എന്നാണ് അതിൻ്റെ പേര്. അപരിചിതൻ എന്നൊരു ഫിലിം ഓൾറെഡി. അപരിചിതൻ, ഇത് അപരിചിതർ. ചിതൻ ഉണ്ടല്ലേ. ഇത് വല്ല ഹൊറർ മൂവിയാണോ? ഏകദേശം. എനിക്ക് പേര് കിട്ടുമ്പോൾ തോന്നിയാട്ടോ, അങ്ങനെ തെറ്റിയില്ല. ഞാൻ ആക്ട് ചെയ്തത് അധീന എന്ന് പറഞ്ഞൊരു ഹൊറർ മൂവിയാണ്. അതും ഒരു അല്ലേ. പിന്നെ എങ്ങനെയുണ്ട്, എങ്ങനെയാ ഫിലിമിൽ ആക്ട് ചെയ്തുള്ള എക്സ്പീരിയൻസ്? അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ഷോർട്ട് മൂവീസ് അറിയാമല്ലോ, ഇവിടെ ഒരുപാട് ആൾക്കാർ എടുക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ എടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് സ്റ്റോറിയും അതിൻ്റെ ടീം അതൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ഷോർട്ട് മൂവി ചെയ്ത് പോകണമെന്നൊന്നും ആഗ്രഹമില്ല. മൂവി തന്നെയാണ് എപ്പോഴും എയിം. അപ്പോൾ മൂവിയിൽ ചെയ്തിട്ടുണ്ട്. വെള്ളം എന്ന് പറഞ്ഞ മൂവി. അതിൽ ജയസൂര്യയുടെ ഒക്കെ കൂടെ മറ്റേ അതിലൊരു ഷാപ്പ് സോങ് ഒക്കെ വരുന്നുണ്ട്. അതിൽ 5 ഗേൾസ് നമ്മൾ, അതാണ് ആദ്യത്തെ ഒരു മൂവി എൻട്രി. അതാണ്. പിന്നെ അത് കഴിഞ്ഞ് ടൂം എന്ന് പറഞ്ഞ മൂവി ഇവിടെ തന്നെ UAE-ൽ ഷൂട്ട് കഴിഞ്ഞാൽ അതിലുണ്ട്. ഇനിയിപ്പോൾ 1-2 എണ്ണം ഉണ്ട്, കമ്മിറ്റ് ആയിട്ടുണ്ട്. മൂവിയൊക്കെ ചെയ്യുമ്പോൾ
എൻ്റെ ഒരു ഇതാണ്, കാഴ്ചപ്പാടാണ്. ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ളൊരു ക്യാരക്ടർ ആയാലും കുഴപ്പമില്ല, അത് പെർഫോം ചെയ്യാനുള്ള ഒരു സംഭവം നമുക്ക് അവിടെ വേണം, സ്പേസ് വേണം. ഒരു മൂവി കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതിൽ സൈഡിലുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു സീനിൽ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറയാനല്ല ആഗ്രഹം. ഒരു നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. കണ്ണടച്ച് തുറക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ. അത് ഇപ്പൊ കഴിഞ്ഞ 2 മൂവീസിലും ചെറിയൊരു റോളായിരുന്നു. പക്ഷെ ഇനിയിപ്പോ വന്നിരിക്കുന്ന ഓഫേഴ്സ് നല്ലതാണ്. ഓക്കെ, അപ്പൊ അതിലെന്തായാലും ഫ്യൂച്ചറിൽ വളരെ നല്ലൊരു ആക്ട്രസ് ആയി തന്നെ നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ ചിത്രം എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ ഞാനും പ്രാർത്ഥിക്കുന്നു. ആക്ട്രസ് ആയാലും ആങ്കറിങ് ഒരിക്കലും നിർത്തില്ല. അതെപ്പോഴും സ്കോപ്പാണല്ലോ ഈ ഫീൽഡിൽ. നമ്മൾ ആക്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ നമുക്ക് വാല്യൂ കൂടും. അങ്ങനത്തെ ഒരു ഫീൽഡാണ് നമ്മൾ ചെയ്യുന്ന ആങ്കറിങ് എന്ന് പറയുന്നത്. പിന്നുള്ള കാര്യങ്ങൾ ഇനി എന്താണ്? ഫാമിലിയെ കുറിച്ച് വീട്ടിലാരൊക്കെയാണ്? ഫാമിലി, ഞാനിവിടെ ഹസ്ബൻഡ്, മോളുണ്ട്. നമ്മൾ 3 പേരും സന്തോഷ കുടുംബമായിട്ട് ഇങ്ങനെ പോകുന്നു. മോൾക്ക് ഇപ്പോൾ 10 വയസ്സ്. ഏത് സ്കൂളിലാണ്? ഇവിടെ തന്നെയാണ്? എമിറേറ്റ്സ് നാഷണൽ സ്കൂൾ. ഓക്കെ. പിന്നെ അപ്പോൾ ലൈഫ് ഹാപ്പിയാണ്? ലൈഫ് ഹാപ്പി പോകുന്നു. ഹസ്ബൻഡ് രാജേഷ്, മകളുടെ പേര് തന്മയ രാജേഷ്. ഓക്കെ. ഫാമിലി എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ ഇവിടെ? അമ്മ? ഇല്ല, അവരൊക്കെ നാട്ടിൽ തന്നെയാണ്. എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? എന്തെങ്കിലും ഡ്രീംസ് ഉണ്ടോ? ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് എന്താ പറയുക, കരിയർ എന്ന് പറയുന്നത് ആക്ടിങ് കരിയറായിട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ദൈവം സഹായിച്ചിപ്പോൾ വന്നിരിക്കുന്ന ഓഫേഴ്സൊക്കെ ഏറ്റവും പെട്ടെന്ന് നടക്കാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ബ്രേക്ക് ആവും. പ്രീത എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, അതായത് എപ്പോഴും ഇങ്ങനെ എന്നോട് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എനിക്ക് എക്സ്പീരിയൻസ് സത്യം പറഞ്ഞ ഇല്ല. കാരണം അറിയാലോ ചോദിച്ചിട്ടുള്ള ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, സാധാരണ അങ്ങോട്ടൊക്കെ ഇന്റർവ്യൂ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ചിത്രയ്ക്ക് അങ്ങനെ ചിത്രയോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതാണ് പ്രീത. ഞാൻ വരുമ്പോ പറഞ്ഞല്ലോ, നമ്മള് എപ്പോഴും അങ്ങോട്ട് ഇന്റർവ്യൂ ചെയ്യുന്നതാണ് എക്സ്പീരിയൻസ്. ഇത് ആദ്യമായിട്ടാണ് എന്നെ ഒരാൾ ഇന്റർവ്യൂ ചെയ്യുന്നത്, അത് പ്രീത. അത് ഞാൻ അടുത്ത ഫ്രണ്ട് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലല്ലോ ചിത്ര. പ്രത്യേകം ഞാൻ എന്നെ പറ്റി പറഞ്ഞു തരണ്ട, ഓൾറെഡി പ്രീതക്ക് അറിയാവുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു അടുത്തൊരു 5 വർഷം നമ്മൾ എവിടെ എത്തി നിൽക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എനിക്കെപ്പോഴും ഒരു ലക്ഷ്യമുണ്ട്. അതായത് ഒഴുക്കിനൊത്ത് പോകുന്നതല്ല, ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഗോളുണ്ട് എനിക്ക്. അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആങ്കറിങ്ങും ആക്ടിങ്ങും ഒരുപോലെ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ആങ്കറിങ് എന്തായാലും നടക്കുന്നുണ്ട്. ആങ്കറിങ്ങിലൂടെയാണ് ഇവിടെ UAE പലരും അറിയുന്നത്. പക്ഷെ എനിക്കൊരു നല്ലൊരു ആക്ട്രസ് ആവുക എന്നുള്ളതാണ് എയിം. അപ്പോൾ അതിലേക്കുള്ള ചുവടുവയ്പ് എന്ന് പറയുന്നത് ഏത് തരത്തിലാണ് കൊണ്ടുപോകുന്നത്? ഏത് തരത്തിലാന്ന് വെച്ചാൽ എങ്ങനെയാണ്? ഇപ്പം ഫിലിംസ് പ്രത്യേകിച്ച് UAE ആയതുകൊണ്ട് ഒരുപാട് പേരെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല. ഫിലിംസ് എല്ലാം ചെയ്യുന്ന കേരളത്തിലാണ് കൂടുതലും. അപ്പൊ എങ്ങനെ അതിലേക്ക് എത്തും എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ചിന്തയുണ്ടോ? അറിയാലോ, പ്രീതക്ക് അറിയാലോ, മൂവി എന്ന് പറയുമ്പോൾ നമുക്ക് എടുത്ത് ചാടി ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയല്ല. നന്നായിട്ട് എന്താ പറയുക, നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. വെറുതെ എനിക്കൊരു സിനിമ ചെയ്യണം, എങ്ങനെയെങ്കിലും സിനിമ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയല്ല അല്ല. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ കേരളത്തിൽ നിന്നൊരു ഓഫർ വന്നാലും പോവാൻ റെഡിയാണ് അല്ലേ? ഇപ്പം സീരിയൽ രംഗത്തേക്കാണെങ്കിലും ഇല്ല, സീരിയൽ എനിക്ക് താല്പര്യമില്ല, ഫിലിം മാത്രം. ഓക്കെ. കേരളത്തിൽ നിന്ന് തന്നെയാണ് ഓഫർ വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ UAE വരുന്ന സിനിമകളൊക്കെ ഓക്കെ. പക്ഷേ ശരിക്കും ഒരു സീരിയസ് ആയിട്ട് മൂവി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ലൊക്കേഷൻ ഒരു പ്രശ്നമല്ലല്ലോ. അതെ ശരിയാണ്. അപ്പം എന്തൊക്കെയാണ് വേറെ പ്രത്യേകിച്ച് ഡ്രീംസ് ഒക്കെ ഉള്ളത്? അതിലേക്ക് എത്തപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഈ ആക്ടിങ് അല്ലാതെ? എൻ്റെ ക്വാളിഫിക്കേഷൻ ടീച്ചിങ് ആണ്. അതിലെനിക്കാണെങ്കിൽ താല്പര്യമില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തിലെത്തപ്പെടാന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനറിയില്ല. എനിക്ക് എൻ്റെ പാഷനെ പിന്തുടരാൻ തന്നെയാണ് ആഗ്രഹം. അതിനാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. സ്വന്തമായിട്ടൊരു ഇവന്റ് കമ്പനി അങ്ങനെ എന്തെങ്കിലും പ്ലാനിങ്? അങ്ങനെ ഒന്നും ഒരു പ്ലാൻ എൻ്റെ മനസ്സിലില്ല. ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടൊന്നുമില്ല. ബിസിനസ് അങ്ങനത്തെ ഒന്നുമില്ല. ഒരു ചാനലൊക്കെ സ്വന്തമായിട്ട് അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ വേണ്ട ചിത്ര. ഒരു ചാനലെല്ലാം റെഡിയാക്കി ആ ചാനൽ എന്നെയൊക്കെ ആങ്കറായിട്ടൊക്കെ വിളിച്ച് സപ്പോർട്ട് ചെയ്യും. ഇതൊക്കെ നമുക്ക് ഡ്രീം ആണല്ലോ. അങ്ങനെയുള്ള ഡ്രീം ഒന്നും എൻ്റെ മനസ്സിലില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്കെപ്പോഴും ഡ്രീം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കരിയർ അതിൽ ഏറ്റവും സക്സസ് ആവുക എന്നുള്ളത് തന്നെയാണ്. ഇനി ഒരു ക്വസ്റ്റ്യനെ, ആങ്കറാണ്, ഒരുപാട് ന്യൂ ആങ്കേഴ്സിനെ നമ്മൾ കാണും മീറ്റൊക്കെ. എങ്ങനെയാണ് ഈ സൗന്ദര്യം നിലനിർത്തുക? അയ്യോ, ചിത്രനെ പോലെ എങ്ങനെ നിലനിർത്താൻ പറ്റും?
കണ്ടിട്ട് ഒരു വർഷമായി. അന്ന് ഇത് മിക്കവാറും ട്രോളായിട്ട് പോകാൻ സാധ്യതയുണ്ട് ഈ ക്വസ്റ്റ്യൻ. ട്രോൾ ആവണല്ലോ, അതിനല്ലേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒരു വർഷം മുന്നേ ആണോ എന്നെ കണ്ടേ? അതിൽ നിന്ന് ഇപ്പൊ എന്തെങ്കിലും വ്യത്യാസം? അതുപോലെ തന്നെ ചോദിച്ചത് എങ്ങനെ നിലനിർത്തുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ടീച്ച് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് അങ്ങനെ ഒരു ബ്യൂട്ടി കോൺഷ്യസ് ഒന്നും ആവാൻ പറ്റില്ല. അതിനുള്ള ടൈമില്ല. ടൈം എന്ന് വെച്ചാൽ അതിന് പ്രത്യേക ഒരു ടൈം എന്നല്ല, അങ്ങനെ ഒന്നും ശ്രദ്ധിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റപ്പ് അല്ല ടീച്ചിങ് എന്ന് പറയുന്ന സമയത്ത്. പക്ഷേ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത്, സ്റ്റേജിൽ ആങ്കറിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും നമ്മുടെ ബോഡി അതുപോലെ എന്താ പറയുക എല്ലാം നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. വർക്ക്ഔട്ട് ചെയ്യാറുണ്ട്, ജിമ്മിൽ പോവാറുണ്ട്. അതായത് ഹെൽത്തി ഫുഡ് നമ്മുടെ ഫുഡിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാറുണ്ടോ? കിട്ടുന്നത് കഴിക്കുന്നതല്ല, ഞാൻ നല്ല ഫുഡിയാണ്, പക്ഷേ അതേ സമയത്ത് കൺട്രോളിങ്ങും ആണ്. പിന്നെ റൈസ് കുറവാണ് കഴിക്കുന്നത്. അതിനനുസരിച്ച് അങ്ങനെ ഫുഡ് കഴിക്കാതെ ഡയറ്റിങ്, അങ്ങനെ ഫുഡ് കഴിക്കാതെ സ്ലിം ആയിട്ട് നടക്കുക അങ്ങനത്തെ ഒന്നുമല്ല. ഫുഡ് ഇഷ്ടത്തിന് കഴിക്കുന്നുമുണ്ട്, എന്നാൽ കൺട്രോൾ. പ്രൊഫഷൻ അത് വേണമല്ലോ അല്ലേ? കാരണം നമ്മളെപ്പോഴും ആ ഒരു രീതിയിൽ ഇരുന്നാലേ പ്രൊഫഷൻ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം അപ്കമിങ് ആങ്കേഴ്സിനോട് എന്താ ഒരു ഉപദേശം കൊടുക്കാനുള്ളത്? എത്ര വർഷമായി ഈ ഫീൽഡിൽ? എനിക്ക് തോന്നുന്നു 7. ആങ്കറിങ് 7 years. അതൊരു വലിയ കാര്യമാണ്. യു എ സംബന്ധിച്ച് നമുക്ക് അംഗീകാരം കൊടുത്തേ പറ്റും. ഒരു മലയാളി പെൺകുട്ടിക്ക് ഒട്ടുമിക്ക യു എ പ്രോഗ്രാമിലേക്കും സാന്നിധ്യമാവാൻ പറ്റുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമായി എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ആ ഫീൽഡ് നിൽക്കുമ്പോൾ നമുക്കറിയാം എവിടേക്ക് എങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നു. അപ്പോൾ അതിൽ നമ്മളൊരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അവസരത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചിത്രയോട് ആ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് തന്നെ. അപ്കമിങ് ആങ്കേഴ്സിനോട് പറയാനുള്ളത്, ഈ ആങ്കറിങ് കാണുമ്പോൾ നമുക്ക് തോന്നും അതുപോലെ സ്റ്റേജിലൊന്ന് വന്ന് മൈക്കൊക്കെ പിടിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സ്റ്റൈലൊക്കെ ആക്കി ഇങ്ങനെ ആങ്കർ ചെയ്യാൻ നല്ല ഈസി ആയിരിക്കുന്നു. പക്ഷെ അത് ഈസി ജോബൊന്നും അല്ല. നമ്മളെപ്പോഴും ഒരു ഇവൻറ്റിന് നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഇവൻറ്റിനെ പറ്റി നന്നായിട്ട് പഠിച്ച് നമ്മുടേതായ ഹോംവർക്കൊക്കെ ചെയ്തിട്ട് തന്നെ വേണം ഒരു ഇവന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വെറുതെ പോയി മൈക്കെടുത്ത് എന്തെങ്കിലും വായിൽ വരുന്ന പറയാന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അവിടെ ആരൊക്കെയാണോ ഗസ്റ്റ് അവരൊക്കെ നമ്മൾ പേര് മനസ്സിലാക്കിയിരിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അവിടെ ചെന്നിട്ട് പേര് തപ്പുന്നത് അവർക്ക് പേര് തപ്പുന്നത് മാത്രമല്ല, പിന്നെ ഒരു നമ്മുടെ വായനൊക്കെ ഒരു വള്ളി വീഴാൻ കാത്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് ആ ഒരു ഇവന്റിനെ തന്നെ ബാധിക്കും. ചിലപ്പോൾ തെറ്റിപ്പറയുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതാണ്. അതൊക്കെ എക്സ്പീരിയൻസിലൂടെ തന്നെ മാറ്റാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും എപ്പോഴും ഏത് പ്രൊഫഷൻ ആയാലും നന്നായിട്ട് ഹോംവർക്ക് ചെയ്ത് അല്ലേ, അതിനോട് അത്രയും നമ്മൾ ആത്മാർത്ഥത കാണിക്കണം എന്നാണ് അപ്കമിങ് ആങ്കേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്. ഈ ആങ്കറിങ്ങോടൊപ്പം തന്നെ മാജിക് ചെയ്യുന്ന എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചപ്പോൾ, അയ്യോ പ്രീതേനെ ഞാൻ കുറച്ചു നേരം ഇന്റർവ്യൂ ചെയ്തോട്ടെ. പ്രീതനെ പറ്റി പറയുകയാണെങ്കിൽ, എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന ഈ പ്രീത എന്ന് പറയുന്നത് ചെറിയ പുള്ളിയൊന്നുമല്ല. ആള് ഒരു നല്ലൊരു ആങ്കർ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ അറിയുന്നത് ആങ്കറായിട്ടല്ല, ബലൂൺ ആർട്ടിസ്റ്റ് ആയിട്ടാണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡർ ആണല്ലേ? അതെ. അപ്പൊ ഈ ബലൂൺ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ യു എയിൽ ഭയങ്കര റെയർ ആണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഇവന്റിനൊക്കെ ഈ ബലൂൺ കൊണ്ടുള്ള മാജിക് ഒക്കെ കാണിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രീതേനെ, ചിത്രയോടൊപ്പം ഞാനും ഉണ്ടാവും സ്റ്റേജില്. അങ്ങനെ അപ്പോൾ എന്താണ് പിന്നെ ഒരുപാട് കോമ്പറ്റീഷൻ അല്ലേ ഈ ഫീൽഡ് എന്ന് പറയുന്നത്? അതായത് ഒത്തിരി ആങ്കേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആങ്കേഴ്സ് ഉണ്ട്. അപ്പോൾ സോ അവരുടെ ഇടയിലൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ആണോ, അതോ അത് ഹെൽത്തിനേക്കാളും ഓവറായിട്ടുള്ള കോമ്പറ്റീഷൻസ്? എനിക്ക് എൻ്റെ കാര്യം മാത്രമേ എനിക്ക് അറിയുള്ളൂ. ബാക്കി എല്ലാവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് എനിക്കറിയില്ല. എപ്പോഴും നമ്മൾ ആങ്കേഴ്സ് ആണെങ്കിലും നമ്മുടെ ഇവൻറ്റ്സ്, അതായത് ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരായിട്ട് കുറേ കോണ്ടാക്ട്സ് ഉണ്ട്. പക്ഷെ എല്ലാവരുമായിട്ടും നല്ല എന്താ പറയണ്ടേ, നല്ല റിലേഷൻ കീപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യും. ഇപ്പം എനിക്ക് വരുന്ന ഇവന്റ് ഞാൻ ചിലപ്പോൾ ബിസി ആണെങ്കിൽ എനിക്കറിയുന്ന വേറൊരു ആങ്കർക്ക് കൊടുക്കും, അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരുപാട് പ്രോഗ്രാം കിട്ടാറുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞു, ഇപ്പൊ 7 വർഷമായി എന്ന് പറയുന്നു. അപ്പൊ ഈ ആദ്യം മുതലുള്ള കോണ്ടാക്ട്സ് കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് വർക്ക് കുറെ പ്രധാന കാരണം ഞാൻ കോണ്ടാക്ട്സ് ലിസ്റ്റിൽ നിന്ന് കോണ്ടാക്ട്സ് കുറക്കും. എനിക്ക് എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ഇല്ല, ഞാൻ കുറേ അങ്ങ് വിട്ടുപോകും. നമ്മൾ ഈ പറയുന്ന പോലെ പ്രീത, നമുക്ക് എപ്പോഴും അവർക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കീപ്പ് ഇൻ ടച്ച്, അത് ശരിയാണ്, വെക്കണം. പക്ഷെ എപ്പോഴും നമുക്ക് ഇപ്പോൾ മെസ്സേജ് അയക്കാൻ ചിലപ്പോൾ ഓർമ്മയോ വേണമെന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കോണ്ടാക്ട്സ് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരില്ലേ. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഓരോ ഇവൻ്റൊക്കെ കാണുമ്പോൾ ആ ഒരു വീണ്ടും, അതായത് ഒരിക്കലും ആ ഒരു ബന്ധം അറ്റുപോകുന്നൊന്നുമല്ല. ചിലപ്പോൾ 1 മാസം അല്ലെങ്കിൽ 2 മാസം, ചിലപ്പോൾ 1 year ഒക്കെ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ആ ഒരു എന്താ പറയുക,
വാം റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അത് പലരുമായിട്ട് അത് കീപ്പ് ചെയ്യണം. അതെ, അതാണ് ഈ ഒരു അത് എന്നും മെസ്സേജ് അയച്ചിട്ടോ അല്ലെങ്കിൽ എന്നും വിളിച്ചിട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ നമ്മളൊരു ഒരാളോട് നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അത് എപ്പോഴും ഉണ്ടാവും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അതെ, അത് ഈ ഒരു ഫീൽഡിൽ അത്യാവശ്യമാണ്. കാരണം അവരിങ്ങനെ ഓർക്കുമ്പോ ഇന്ന ആളവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് പ്രീത, എനിക്ക് പല ഇവന്റ്സും വരുന്നത് ഈ റെഫറൻസ് വഴി തന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ഇവന്റ് ചെയ്തു, പിന്നെ അവിടുന്ന് കുറേ ആൾക്കാർ നമ്മുടെ കോണ്ടാക്ട്സ് വാങ്ങിക്കും അവരുടെ ഏതെങ്കിലും ഇവന്റിന് വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അവർ ആ സമയത്ത് വിളിക്കും, നമ്മൾ അങ്ങോട്ട് വിളിച്ച് ഇവന്റ് ഉണ്ടോ അല്ലെങ്കിൽ ഇവന്റ് ഉണ്ടോ എന്നെ വിളിക്കോ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. അവര് നമ്മുടെ ആങ്കറിങ് അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവരെന്തായാലും നമ്മളെ വിളിക്കും, അല്ലേ? പിന്നെ പറഞ്ഞ പോലെ ഈ റെഫറൻസ് വഴി. അതെ, അങ്ങനെ നമുക്ക് യോയിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. റെഫറൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അങ്ങനെ തന്നെ ഇവന്റ് കൊണ്ടുപോയ ഒരാൾ കൂടെയാണ് ഞാൻ. അപ്പൊ അതൊരു വലിയ കാര്യമാണ്, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവാ. UAE ആണ്, നമ്മൾ നാട്ടിൽ നിന്ന് സ്വപ്നം കണ്ട് ഇവിടെ വരുമ്പോ അല്ല UAE എന്താണെന്ന് നമുക്ക് അറിയില്ല. സത്യം. അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തപ്പെടുന്നത് തന്നെ ഒരു നിയോഗമായിട്ട് ഞാൻ വിചാരിക്കണം. എനിക്കൊന്ന് നാട്ടിലത്തെക്കാളും എന്നൊക്കെ അറിയുന്നത് UAE-ലാണ് കൂടുതൽ കോണ്ടാക്ട്സ് ഉള്ളത്. ഫ്രണ്ട്സ് ആയാലും എല്ലാം UAE-ലാണ് കൂടുതൽ. നാട്ടില് പിന്നെ ഈ ആങ്കർ ചെയ്യുന്നത് തന്നെ അറിയോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, FB ഇൻസ്റ്റയൊക്കെ വഴി ആൾക്കാർക്കൊക്കെ അറിയാം. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് നമുക്ക് UAE-ലാണ് കൂടുതൽ റിലേഷൻസ് ഉള്ളത്. നമുക്കപ്പോൾ ചിത്രയുടെ ഇന്റർവ്യൂ അല്ല ആങ്കറിങ് എങ്ങനെ ഇരിക്കുന്നു നോക്കിയാലോ? ഒരു നല്ലൊരു ചെറിയ ഒരു എന്താ പറയാ ഒരു കോമ്പറ്റീഷൻ എന്ന് വിചാരിച്ചോ? ഈശ്വര, ഇൻട്രോ പറഞ്ഞ പോലെ. പറഞ്ഞു നോക്കട്ടെ എങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും WM മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ അതിഥിയായിട്ട് ഇന്ന് വന്നിരിക്കുന്നത് UAE-യിലെ പ്രശസ്ത ആങ്കറും ഗിന്നസ് വേൾഡ് റെക്കോർഡറും ബലൂൺ ആർട്ടിസ്റ്റുമായ പ്രീതയാണ്. ഹായ്, വെൽക്കം ടു WM മീഡിയ. താങ്ക് യു സോ മച്ച്. തകർത്ത് കളഞ്ഞു ഇത് നല്ല എന്റെ ഇൻട്രോ വേറെ ആള് പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്ക് യു സോ മച്ച്. അപ്പം തെളിയിച്ചു കഴിഞ്ഞല്ല എന്താ ഒരു എനർജി ഇവിടെ ഇരുന്ന്. ഇത്രയും ഞാൻ അങ്ങോട്ട് ചെയ്ത ആ ചിത്രയല്ല, വേറെ ലെവലങ്ങ് മാറി, വേറെ രൂപം, നാഗവല്ലി പുറത്തു വന്നു. എനിവേ, അപ്പൊ ഭയങ്കര രസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 7 വർഷം ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നതെന്നുള്ളത് നമുക്ക് ഡൗട്ടില്ലാത്ത. ഇപ്പൊ എന്റെ പ്രേക്ഷകർക്കും എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോ ഇവന്റ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മുഖമൊക്കെ ഇടക്കിടക്ക് ഓർക്കുക എല്ലാവരും. അതെ, ബലൂണിന് എന്റെ മുഖവും. അപ്പൊ ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണ് നിങ്ങളൊക്കെ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. കാരണം മലയാളികളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. മറ്റുള്ളവരെക്കാളും ഒക്കെ അത് നമുക്കൊരു അസറ്റാണ്. എന്നാലും നമ്മുടെ സ്വന്തം മലയാളികൾ അല്ലേ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനേക്കാൾ വലിയൊരു സന്തോഷം ഞങ്ങൾക്ക് വേറെ കിട്ടാനില്ല. പിന്നെ അക്കാഫില് ഒരു നല്ലൊരു എൻട്രി ആയിരുന്നു അല്ലേ? അക്കാഫ് 2020 ഈ കൊറോണേൻ്റെ ടൈമിൽ പിന്നെ അക്കാഫിൽ എന്താ പറയുക, ഞാൻ അക്കാഫ് എനിക്ക് തോന്നി 2017-ലോ 18-ലോ മറ്റോ ഞാൻ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. ഏതിലാണ്? മറ്റേ മലയാളി മംഗ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് പിന്നെ മത്സരിച്ചു, ഫൈനലിസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഒന്നിനും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 2020-ൽ അക്കാഫ് ക്യൂനായി, ടൈറ്റിൽ വിന്നറായി. അതുപോലെ മോണാക്റ്റിൽ കിട്ടി. അങ്ങനെ കലാതിലകം എന്നുള്ള ഒരു ടൈറ്റിൽ കിട്ടി. അങ്ങനെയാണ് അക്കാഫ്. പിന്നെ കഴിഞ്ഞ അക്കാഫിൻ്റെ പ്രോഗ്രാം ആങ്കർ ചെയ്തു. വലിയ അപ്പം വളർച്ച പിന്നെ ആങ്കറിങ് വരെ എത്തി അല്ലേ? അക്കാഫ് നല്ല സപ്പോർട്ട്. അതെ, അവരെ ആർട്ടിസ്റ്റുകൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം കൂടെയാണ് അക്കാഫിയുടെ ടീം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലുള്ള കാണുന്നവരൊക്കെ അങ്ങനെ എന്തെങ്കിലും അസോസിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും സപ്പോർട്ട് ചെയ്യുക. അതൊക്കെയാണ് നമുക്കുള്ള സന്തോഷം. അതെ, നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും തന്നെയാണ് നമ്മുടെയൊക്കെ വളർച്ച എന്ന് പറയുന്നത്. അപ്പം നമ്മൾ തമ്മിൽ പരിചയം എങ്ങനെയെന്ന് പറഞ്ഞാൽ ചിത്രൻ നല്ല ഫ്രണ്ടാണ്. കാരണം ഞങ്ങൾ ഒരു ചാനല് ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു. ഞാനും അവിടെ വേറൊരു പ്രോഗ്രാം ആങ്കറിങ് ചെയ്തു, ചിത്ര വേറൊരു പ്രോഗ്രാം ആങ്കറിങ് ചെയ്തു. ഞാൻ അവിടുത്തെ സെയിൽസ് കൂടെ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഞങ്ങൾ അവിടെ വെച്ച് കാണുന്നതാണ്. ഞങ്ങൾ ലൈവിലും ടിക്ടോക്കിലും ഒക്കെ സജീവമായിരുന്നു, വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെ നല്ല അടുപ്പമായിരുന്നു, രസമായിരുന്നല്ലേ ആ കാലഘട്ടം. ഒരു ഓണ പ്രോഗ്രാമെല്ലാം ഞങ്ങൾ അടിച്ച് പൊളിച്ചൊരു ഞങ്ങളെ 10-30 സ്റ്റാഫ്സ് ആങ്കേഴ്സിനെ കൊണ്ടുപോയിട്ട് എല്ലാവരും നല്ല പ്രശസ്തരായ ആങ്കേഴ്സാണ്. ഞങ്ങളതിലൊരു ഗസ്റ്റ് ആയിരുന്നു, ചിത്ര ഒരു ഗസ്റ്റ് ആയിരുന്നു, ഞാനൊരു ഗസ്റ്റ് ആയിരുന്നു. സോ നമ്മളവിടെ പൊളിച്ചടുക്കിയ ഒരു റിസോർട്ടിലോ മറക്കാൻ പറ്റൂ. അതെ, നല്ലൊരു ഓണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് അത്രയും നല്ലൊരു ഓണം പിന്നെ എനിക്ക് കിട്ടി. പക്ഷെ അത്രത്തോളം നമ്മൾ എൻജോയ് ചെയ്തു. എനിക്ക് തോന്നുന്നു പ്രീതേനെ അന്ന് കണ്ടതിന് ശേഷം നമ്മൾ നേരിട്ട് കാണുന്നത് ഇന്നായിരിക്കും. കോണ്ടാക്ട് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ വിളിക്കുക എന്നൊന്നും വേണ്ട.
ചില റിലേഷനൊക്കെ എപ്പോഴും ആ ഒരു വാംത്ത് അവിടെ തന്നെ അതെ, ഉണ്ടാവും. അത് നമുക്ക് പറയാനുള്ള ഒരു വലിയ കാര്യമാണ്. കാരണം ഈ UAE-ൽ നമുക്ക് എല്ലാവരെയും ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ ആരെയും നമ്മൾ മനഃപൂർവ്വമല്ല കേട്ടോ. പലരും ചിലവരൊക്കെ പറയാറുണ്ട്, ഓ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു അഡ്രസ് ഇല്ലല്ലോ, എന്നോടും അത് അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഒന്നും മനഃപൂർവ്വമല്ല. നമ്മൾ ആരും എന്താ പറയാ, എല്ലാവരുമായിട്ടും നല്ല റിലേഷൻ കീപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ മാക്സിമം എപ്പോഴും പറ്റുമെങ്കിലൊക്കെ മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ വിളിക്കാനോ ഒക്കെ ശ്രമിക്കും. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു. അല്ലാതെ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഒരു 4-5 മണിക്കൂർ നമ്മൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ സ്റ്റേജിൽ നിന്ന് ആങ്കറിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു മാജിക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബലൂൺ ചെയ്യുമ്പോൾ നമുക്ക് കോണ്ടാക്ട്സ് കുറയാണ്. അപ്പോൾ ആ ദിവസം നമ്മൾ എത്ര പേരെടുത്ത് സംസാരിക്കുന്നോ അത് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ പ്രൊഫഷനിൽ മൊബൈൽ അപ്പോൾ അലൗഡ് അല്ല. കാരണം എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ആങ്കറിങ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ദിവസവും ആങ്കറിങ് ഒരു ആഴ്ചയിൽ 3-4 ഒക്കെ വരുമ്പോൾ അല്ലേ, അത്രയും നമ്മൾ തിരക്കിലേക്ക് പോവുകയാണ്. സോ എല്ലാവരുടെയും സപ്പോർട്ട് മനസ്സിലാക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം.